ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴച്ചുണ്ട് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റോടു കൂടി ചുണ്ട് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. വെൽക്കം ടു മൈ ചാനൽ വിവി ആൻഡ് അച്ചു ഹോം. വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചെറിയ ചുണ്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ചുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതാണ്. ഷുഗർ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഡൈജഷനും ഒക്കെ നല്ലപോലെ ഹെൽപ്ഫുള്ളാണ്. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുണ്ടെല്ലാം ഇട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കണം. ചുണ്ടിൻ്റെ കറ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. 15 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത ചുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് വേവാൻ ആവശ്യമായിട്ട് ഒരു 100 ml വെള്ളം ചേർത്ത് കൊടുക്കുക. ചുണ്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ 10 to 12 മിനിറ്റോളം നല്ലതുപോലെ വേവിച്ചെടുക്കുക. വെള്ളം നല്ലതുപോലെ പറ്റി വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡോളം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞാണ്. സവാള നല്ലതുപോലെ മിക്സ് ചെയ്ത് സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറായി വഴറ്റിയതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണും കുരുമുളക് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ചുണ്ടാണ്. ചുണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. 2 മീഡിയം സൈസിലുള്ള കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. കിഴങ്ങ് നല്ലതുപോലെ ചുണ്ടിൽ മിക്സ് ചെയ്തെടുക്കണം. ടേസ്റ്റിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. മിക്സ് നല്ലതുപോലെ ആറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് 2 മുട്ട ഒരു ബൗളിൽ ബീറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് പൊടിയും എടുത്ത് വെക്കുക. മിക്സ് ഒരു ചെറിയ ബോളിൻ്റെ പരുവത്തിൽ മിക്സ് എടുത്തിട്ട് കയ്യിൽ നല്ലതുപോലെ ഉരുട്ടി കൈവെള്ളയിലേക്ക് വെച്ച് കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ പരത്തിയെടുക്കുന്നത്. ഒരു ചെറിയ കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ പരത്തിയതിന് ശേഷം മുട്ടയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്യണം. ബ്രെഡ് പൊടി കട്ട്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ബ്രെഡ് പൊടി തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ബാക്കി മസാലയും ഇതേ വലുപ്പത്തിൽ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ആക്കി മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിലായി എണ്ണ ചൂടായതിന് ശേഷം ഓരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഒരുപാട് ചൂടായി നിൽക്കുമ്പം കട്ട്ലേറ്റ് പീസുകൾ ഇട്ട് കൊടുക്കരുത്. ഒരു 80% എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു ചെറിയ കളർ ചേഞ്ചസ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഒരു ബ്രൗൺ ക്രിസ്പി ആവുന്നിടം വരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു കട്ട്ലേറ്റ് ബ്രൗൺ ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല കട്ട്ലേറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you for watching my video. Bye.